Hi students, welcome to our new class. In the class, we'll discuss ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബിസിനസ് ഡാറ്റ അനാലിസിസ്. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഡാറ്റ പ്രോസസ്സിങ് അനാലിസിസ് ഒക്കെ ഒന്ന് നോക്കി. അപ്പോൾ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ അനാലിസിസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് ഒന്ന് പഠിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ്, സോർട്ടിങ്, പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റഡിങ് ദ ബിസിനസ് ഡാറ്റ and using statistical models and iterative methodologies to transform data into business insights. ബിസിനസ് അനലിറ്റിക്സിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യുക, സോർട്ട് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, അതിനെ സ്റ്റഡി ചെയ്യുക, എന്നിട്ട് അതിന് പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ബിസിനസ് ഇൻസൈറ്റിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തുക. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ബിസിനസ് അനലിറ്റിക്സിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു ഡാറ്റ സെറ്റ് ഡിറ്റർമിൻ ചെയ്യുക, അത് നമ്മുടെ ബിസിനസ്സിലേക്ക് യൂസ്ഫുൾ ആയതും എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും എഫിഷ്യൻസി കൂട്ടാൻ പറ്റുക, പ്രൊഡക്ടിവിറ്റിയും റവന്യൂ ഒക്കെ കൂട്ടാൻ പറ്റുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അനാലിസിസ് നടത്തുക. അത്രയേ ഉള്ളൂ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ പ്രാധാന്യം അപ്പോൾ എന്തായിരിക്കും? പ്രധാനമായിട്ടും വരുന്നത് മെത്തഡോളജി ഫോർ കൊമേഴ്ഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. നല്ലൊരു ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു മെത്തഡോളജി കൂടിയാണ്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാവും? നല്ലൊരു ഫെസിലിറ്റീസ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവൈലബിൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. കൃത്യമായിട്ട് നമുക്ക് പ്രൈമറി സെക്കൻഡറി ഡാറ്റ ഒക്കെ അനലൈസ് ചെയ്യാനും അവൈലബിൾ ആവാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുവഴി നമ്മുടെ സ്ഥാപനത്തിൻ്റെയും പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ എഫിഷ്യൻസിയൊക്കെ, ഓപ്പറേഷണൽ എഫിഷ്യൻസിയൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ നല്ലൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ ഏജ് ആണല്ലേ. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്ന ഇൻഫർമേഷൻ ഈക്വൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഇൻഫർമേഷനെ യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പനികൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. ഒരു പോയിന്റ് കൂടി പറയുന്നത് വാല്യുബിൾ ഇൻഫർമേഷനാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡാറ്റകളെല്ലാം ഓരോ വിലപിടിപ്പുള്ള തന്നെ അറിവുകളാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിനായി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഇൻഫർമേഷനൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പ്രസൻറ്റ് ചെയ്യുക. എങ്ങനെയാണോ ഫോർമാറ്റിൽ വേണ്ടത് ആ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് ബിസിനസ് അനലറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി എത്ര തരത്തിലുള്ള ഡാറ്റ അനാലിസിസുകളുണ്ട്? അത് പ്രധാനമായിട്ട് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ വിശദമായിട്ട് വിശദീകരിക്കുക, അത് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നിലവിലുള്ള ബിസിനസ്സിൻ്റെ എക്സിസ്റ്റിംഗ് ഡാറ്റ എന്താണ്, അതുവഴി അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കിട്ടാനും അതിൻ്റെ പാസ്റ്റ് എന്താണെന്നുള്ളതും ഇപ്പം എന്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റകൾ കൊടുക്കുന്ന അനാലിസിസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം കൂടിയാണ് അനാലിസിസിൻ്റെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എക്സിസ്റ്റിംഗ് ഡാറ്റ എത്രത്തോളം ഉണ്ട്, എന്തൊക്കെയാണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. ദിസ് ഇസ് ഓഫൺ യൂസ്ഡ് വെൻ ട്രാക്കിംഗ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആയിട്ട്, ലൈക്ക് റവന്യൂ, സെയിൽസ് ലീഡ്സ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ ഒരു അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനറിയോ? ആ ഓരോ സ്ഥാപനത്തിലെയും അവരുടെ പ്രൊഡക്റ്റും അവരുടെ സർവീസും അവരുടെ കസ്റ്റമർ ബൈയിങ് ബിഹേവിയറും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഡയഗ്നൈസിസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കാരണം എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ വിശദമായിട്ട് പരിശോധന നടത്തുക, അതാണ് ഡയഗ്നോസ് ചെയ്യുക എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഡാറ്റനെ അനലൈസ് ചെയ്യുക, അതിൻ്റെ എയിം തന്നെ ഡിറ്റർമിൻ വൈ സംതിങ് ഹാപ്പൻഡ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് വിശദമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. വൺ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഷോസ് ദാറ്റ് സംതിങ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഹാപ്പനിങ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം ചെയ്തെന്താ? ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസാണ്. അത് ചെയ്യുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരം നെഗറ്റീവ് ആവും അല്ലെങ്കിൽ പോസിറ്റീവ് ആവും. രണ്ടാമത്തെ ഡയഗ്നോസ്റ്റിക്കിലേക്ക് വരുമ്പം അവിടെ എന്തുകൊണ്ടത് പോസിറ്റീവായി അല്ലെങ്കിൽ എന്തുകൊണ്ടത് നെഗറ്റീവായി എന്ന് വിശദമായിട്ട് നമ്മൾ അതിൻ്റെ റീസൺ തേടി പോവുകയാണ് ചെയ്യുന്നത്. സോ ഡയഗ്നോസ്റ്റിക് അനാലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് എന്ന് പറയുന്നതിലേക്ക് നിന്ന് നമ്മളെ ഹൗ, എങ്ങനെ, വൈ, എന്തുകൊണ്ട് എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് എത്തിക്കുന്ന ഒരു അനാലിസിസ് ആണ് ഇത്
ഡയഗ്നോസ്റ്റിക് അനാലിസിസ്. മൂന്നാമത്തെയാണ് പ്രെഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. പ്രെഡിക്റ്റീവ് അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൺ ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു 20% സെയിൽ കൂട്ടാൻ പറ്റും, 30%. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ എന്താണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക. ഏകദേശം ഒരു എന്താണ് സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് വരിക ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്നൊരു പ്രൊഡിക്ഷൻ അവിടെ ചെയ്യുക എന്നുള്ളതാണ് പ്രെഡിക്റ്റീവ് അനാലിസിസിൽ വരുന്നത്. അവിടെ ഫോർകാസ്റ്റ് ചെയ്യാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. മുൻകൂട്ടി കാണുക ഫ്യൂച്ചർ ഈവൻസിനെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലും മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊഡിക്ഷനൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നാലാമത്തെയാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ നിർദ്ദേശിക്കുകയാണ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് എഴുതുക, പ്രിസ്ക്രിപ്ഷനാണത്, മരുന്ന് കുറിപ്പ് നൽകുകയാണ്. ഓക്കെ, അപ്പോൾ പ്രിസ്ക്രൈബിൽ എന്താ ചെയ്യുന്നത്? അവർ കിട്ടുന്ന ഇൻഫർമേഷനെയും അതേപോലെ തന്നെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റേനെയും ഒക്കെ കൂടിയിട്ട് എന്താ കമ്പൈൻ ചെയ്യുക. എന്നിട്ട് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ അതിനൊരു ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് പ്രധാനമായിട്ട് പോകുന്നത് എ സ്റ്റെപ്പ് ബിയോണ്ട് പ്രിഡിക്റ്റീവ് അനലിറ്റിക്സ്, പ്രൊവൈഡിങ് റെക്കമെൻഡേഷൻ. പ്രിഡിക്റ്റീവിൽ ഇങ്ങനെ സംഭവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു, പക്ഷെ അതിന് വേണ്ട കൃത്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ, ശുപാർശകൾ, ആ നെക്സ്റ്റ് ബെസ്റ്റ് ആക്ഷൻ എന്താണോ അതിലേക്ക് വേണ്ടായ ശുപാർശകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മാനിപ്പുലേഷൻ ഓഫ് ഈവൻറ്റ്സ് ഡ്രൈവ് ബെറ്റർ ഔട്ട്കംസ്, നല്ലൊരു ഔട്ട്കം ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് പ്രിസ്ക്രിപ്ഷൻ അനാലിസിസിൽ വരുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. അപ്പം 4 തരത്തിലാണ്, 4 ടൈപ്പാണ് ഡാറ്റ അനാലിസിസ് ഉള്ളത്. ഇനി നെക്സ്റ്റ് അതിൽ പറയുന്നത് ഫേസസ് ഓഫ് ഡാറ്റ അനാലിസിസ്. എത്ര ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു അനാലിസിസ് നടക്കുന്നത് അറിയോ? ഫസ്റ്റ് ഡാറ്റ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, ഡാറ്റ കളക്ട് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, അനാലിസിസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ? ഡാറ്റ റിക്വയർമെൻ്റ് ആണ്. എന്താണോ ജോലി അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ, എന്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുക. ഡാറ്റ സെപ്പറേറ്റ് ചെയ്യുക, ഏജ് വൈസോ ഡെമോഗ്രാഫിക്കോ ഇൻകോ ജെൻഡറോ അതിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുക. അതിനുശേഷം ഡാറ്റേനെ കളക്ട് ചെയ്യുക, എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് വേണ്ടതെല്ലാം കളക്ട് ചെയ്യുക. അതിന് ഒരുപാട് സോഴ്സ് യൂസ് ചെയ്യും, കമ്പ്യൂട്ടേഴ്സും ഓൺലൈൻ സോഴ്സും ക്യാമറയും എൻവയോൺമെൻറ്റ് സോഴ്സും ഒക്കെ യൂസ് ചെയ്യും, വ്യക്തികളൊക്കെ യൂസ് ചെയ്യും. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്യും. അതിനിങ്ങനെ അടുക്കും ചിട്ടയാക്കിയിട്ട് കൊണ്ടുവരും, ഓരോന്നായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലോ ഒരു നേച്ചറിൻ്റെ എന്തെങ്കിലും ഒരു കോമൺ നേച്ചറിൻ്റെ ബേസിലൊക്കെ അതിനെ അടുക്കി വയ്ക്കുക, പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്താൽ മാത്രമേ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ അപ്പോൾ ആ ഒരു ഡാറ്റയുടെ സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളതാണ്. എന്താണോ നമുക്ക് റെലവൻ്റ് ആയിട്ടൊരു അനാലിസിസ് ടൂൾ ഉള്ളത് അതിനനുസൃതമായി ആ ഡാറ്റേനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിന് ശേഷം ഡാറ്റ ക്ലീനിങ് ആണ് പറയുന്നത്. ഡാറ്റ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഡാറ്റ ചിലപ്പോൾ ഒക്കെ എന്താവാം? ഇൻകംപ്ലീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ തെറ്റുകളൊക്കെ സംഭവിക്കാം. അപ്പോൾ ഡാറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോസസ് ഓഫ് പ്രിവെൻറ്റിങ് ആൻഡ് കറക്റ്റിംഗ് ദീസ് എറേഴ്സ്. ഇത് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. ആ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്കറിയാം വേണ്ടപ്പെട്ട ചില വിവരങ്ങൾ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചിലത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ചിലത് തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ ക്ലീൻ ചെയ്യണത് എപ്പോഴും എന്തിനാണ്? ഒന്ന് തെറ്റ് കറക്റ്റ് ചെയ്യാനും ഒന്ന് തെറ്റ് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഡാറ്റനെ എന്ത് ചെയ്യും? അപ്പോൾ ഈ തെറ്റുകളൊക്കെ കണ്ടെത്തി തിരുത്തിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഇനി ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ്സ് ചെയ്യാം. ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത ഡാറ്റേനെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുക. അനാലിസിസ് ചെയ്യണമെങ്കിൽ പല ടെക്നിക്ക് ഉണ്ട്. അതിനെ കൃത്യമായിട്ട് എന്താണ് നമുക്ക് മനസ്സിലാവണം ആദ്യം, അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുക, എന്നിട്ട് നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുക. എന്താണോ അവിടുത്തെ ആവശ്യകത അതിനനുസരിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡാറ്റ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഗ്രാഫിക്കൽ ഫോർമാറ്റും അഡീഷണൽ ഇൻസൈറ്റ് ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്രാഫ് യൂസ് ചെയ്തൊരു വിഷ്വലൈസേഷനിലേക്ക് വരുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് എന്താ മനസ്സിലാവും എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുക, കോറിലേഷനും റിഗ്രഷനും, അങ്ങനെ ഒരു വേരിയബിൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഏത് മെത്തേഡും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ അനാലിസിസ് ചെയ്യുമ്പോഴാണല്ലോ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാറ്റ ക്ലീനിങ്ങും അഡീഷണൽ ഡാറ്റ കളക്ഷനും ഒക്കെ ചിലപ്പം വേണ്ടി വരുമായിരിക്കാം. അപ്പോൾ അതിന് ശേഷം എന്താണോ നമ്മൾ കണ്ടെത്തിയത് അതിനെ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പിലായിട്ട് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു ഡാറ്റ അനാലിസിസിൻ്റെ റിസൾട്ടിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഒരു
പ്രത്യേക ഫോർമാറ്റിൽ അല്ലെങ്കിൽ യൂസർ ഇത് ആർക്കാണോ ആവശ്യം അവർക്ക് ഏത് രീതിയിൽ വേണോ ആ ഫോർമാറ്റിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് അവർക്ക് ഫർദർ ആക്ഷൻ എന്തെടുക്കണം, ഡിസിഷൻ എടുക്കണം എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഡാറ്റ അനാലിസിസിൻ്റെ 6 സ്റ്റേജസ് അല്ലെങ്കിൽ ഫേസസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കോമ്പോണൻസ് ആണ് ഇവിടെ വരുന്നത്? അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡാറ്റ അഗ്രഗേഷൻ ആണ്. ഒരു ഡാറ്റനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഇത് കളക്ട് ചെയ്യണം, സെൻട്രലൈസ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക, ഫിൽട്ടർ ചെയ്യുക, റിമൂവ്, ഇനാക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുക, ഇൻകംപ്ലീറ്റ് അൺയൂസബിൾ ആയിട്ടുള്ള ഡാറ്റ നോക്കുക. അതാണ് ഡാറ്റ അഗ്രഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം ഡാറ്റ മൈനിങ് ആണ് ചെയ്യുക. ഡാറ്റ മൈനിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിവീൽ ആൻഡ് ഐഡൻറ്റിഫൈ പ്രീവിയസ്ലി അൺറെക്കഗ്നൈസ്ഡ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ്. മുന്നേ നമ്മൾ തിരിച്ചറിയപ്പെടാത്ത പല കാര്യങ്ങളെയും റിവീൽ ചെയ്യുക, പാറ്റേൺസും മോഡൽസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. മൈനിങ് ത്രൂ വാസ്റ്റ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ. എങ്ങനെ ഇതിലേക്കൊക്കെ എത്തുന്നത്? ഒരുപാട് എമൗണ്ട് ഓഫ് ഡാറ്റ കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ വേണ്ടതും വേണ്ടാത്തതും തരം തിരിച്ച് ഇതുവരെ കണ്ടെത്താത്ത കുറേ കാര്യങ്ങളിലേക്ക് പോവുക, മൈൻ ചെയ്തിട്ട് കുഴിച്ചെടുക്കുക എന്നല്ലേ പറയുന്നത്. എംപ്ലോയി സെവറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം അസോസിയേഷൻ ആൻഡ് സീക്വൻസ് ഐഡൻറ്റിഫിക്കേഷൻ. പല കേസസിലും കൺസ്യൂമേഴ്സ് സിമിലർ ആക്ഷൻ തന്നെ പെർഫോം ചെയ്യാറുണ്ട്. അതേസമയം അവർ പെർഫോം പ്രെഡിക്റ്റബിൾ ആക്ഷൻസും ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ റിവീൽ ചെയ്യുന്ന പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അസോസിയേഷൻ ആവാം, സീക്വൻസിങ് ആവാം. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ഡിഫറെൻറ്റ് ഐറ്റം ഫ്രീക്വൻ്റ്ലി ബീങ് പർച്ചേസ് ഇൻ ദ സെയിം ട്രാൻസാക്ഷൻ. എപ്പോഴും ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് എപ്പോഴും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ ബുക്സ് ഇൻ എ സീരീസ് ഓർ ടൂത്ത് ബ്രഷ് ആൻഡ് ടൂത്ത് പേസ്റ്റ്. അത് ഏതെങ്കിലും ഒരു സീരീസിലുള്ള കാര്യങ്ങൾ തന്നെ എപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതിങ്ങനെ കോംബോ പോലെ ഒന്നിലധികം കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വാങ്ങിക്കുക. സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ റിക്വസ്റ്റ് ചെയ്യുക ഒരു ക്രെഡിറ്റിന് വേണ്ടി. റിപ്പോർട്ട് ഫോളോഡ് ബൈ ആസ്കിങ് ഫോർ എ ലോൺ ഓർ ബുക്കിംഗ് ആൻ എയർലൈൻ ടിക്കറ്റ് ഫോളോഡ് ബൈ എ ബുക്കിംഗ് എ ഹോട്ടൽ റൂം. നമ്മളിവിടെ റിക്വസ്റ്റ് ചെയ്യണം എനിക്ക് റൂം വേണം അല്ലെങ്കിൽ ടിക്കറ്റ് വേണം എന്നുള്ളത്. അതാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ടെക്സ്റ്റ് മൈനിങ് ആണ്. ടെക്സ്റ്റ് മൈനിങ് എന്ന് പറയുമ്പോൾ കമ്പനീസ് ക്യാൻ ഓൾസോ കളക്ട് ടെക്സ്റ്റലായിട്ടുള്ള ഇൻഫർമേഷൻസ്. സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക, ബ്ലോഗിലെ കമൻറ്റുകൾ, കോൾ സെൻറ്റർ സ്ക്രിപ്റ്റ്സുകൾ, അതൊക്കെ യൂസ് ചെയ്തിട്ട് അവർ മാക്സിമം ഡാറ്റനെ അവിടെ കളക്ട് ചെയ്യുന്നു. ഇനി ആ കിട്ടിയ ഡാറ്റേനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഫോർകാസ്റ്റ് ചെയ്യും. ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാം. ആ ഒരു സ്പെസിഫിക് പീരീഡിലോ സീസണിലോ എന്താണോ ഒക്കർ ചെയ്യാൻ പോണത് എന്നുള്ളത് മുൻകൂട്ടി കാണുക. പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സിലേക്ക് പോകുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? അവർ ക്രിയേറ്റ് ചെയ്യും, യൂസ് ചെയ്യും, മാനേജ് ചെയ്യും പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള മോഡൽസിനെ. പോസിറ്റീവ്ലി അഡ്രസ്സിങ് ഈവൻസ് സച്ച് ആസ് കസ്റ്റമർ ബിഹേവിയർ, എങ്ങനെ കസ്റ്റമർ ഏജ് ബ്രാക്കറ്റ്, ഇൻകം ലെവൽ, ലൈഫ് ടൈം ഓഫ് എക്സിസ്റ്റിംഗ് അക്കൗണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളെ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കമ്പനിക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല സിനാരിയോ ഏതാണ്, നെക്സ്റ്റ് ബെസ്റ്റ് ആക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക. സിമുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ. ഇപ്പം നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? വിഷ്വലി നമുക്ക് കാണുന്ന രീതിയിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യുക. ഹൈലി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു എക്സ്പ്ലോറേറ്റീവ് ഡാറ്റ അനാലിസിസ്, മോഡലിംഗ്, ഔട്ട്പുട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രഡിക്ഷനൊക്കെ നടത്തുന്നതിനാണ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഫീൽഡ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് എക്സിക്യൂട്ടീവ് ഡിസ്ട്രസ് ആണ്, വിശ്വാസമില്ലായ്മ. അപ്പോൾ എപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറയുമ്പോഴും ആക്ച്വലി അത് ചെയ്യാനൊരു വിശ്വാസം, അതെല്ലാം ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയിലൊരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ ചുരുക്കമാണ്. അപ്പോൾ നോട്ട് പ്രാക്ടിക്കൽ ടു ഗെറ്റ് ദ കൺസെൻറ്റ് ഓഫ് എവ്രി വൺ ഇൻ അപ്പോൺ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ബിസിനസ് അനലിറ്റിക്സ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് പുവർ കൊളാബറേഷൻ ആണ്. ഒരു ടീം വർക്ക് ഇല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ അവരുദ്ദേശിച്ച രീതിയിൽ അതിനെ അനലൈസ് ചെയ്ത് ആ ഒരു ഇവാലുവേഷനും ഇംപ്ലിമെൻറ്റേഷനും നടത്താൻ പറ്റാത്തൊരവസ്ഥ. ആൻഡ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ്. ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു കാര്യം അത്രയും ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചെയ്തോളന്നില്ല. അപ്പം മെനി അനലിറ്റിക് സോഫ്റ്റ്വെയർ പാക്കേജസ് ഒക്കെ ഒരു സൊല്യൂഷൻ മാത്രമാണ് കൊടുക്കുന്നത്, വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. പക്ഷെ അത് പൂർണ്ണമായി വിജയിച്ചോളം എന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് സ്ലോ ഇൻഫർമേഷൻ മെച്യൂരിറ്റി എന്നുള്ളതാണ് പറയുന്നത്. ബിസിനസ് അനലിറ്റിക്സ് ഇംപ്ലിമെൻറ്റേഷൻ എപ്പോഴും ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഒന്നില്ലെങ്കിൽ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്ന ഡാറ്റ അത്രയും ക്വാളിറ്റിയിൽ കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നത് അത്ര തന്നെ കുറവാവാനുള്ള ചാൻസും ഉണ്ട്. വേണ്ടത്ര അളവിൽ നമുക്ക് ഡാറ്റ കിട്ടിക്കൊള്ളുന്നില്ല. ഒരുപാട് സമയം ആവശ്യമാണ് അക്വയർ ചെയ്യാനും ക്ലീൻ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ബിസിനസ് അനലിറ്റിക്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ മെയിനായിട്ട് ബിസിനസ് അനലിറ്റിക്സും ഡാറ്റകളെ കുറിച്ചൊക്കെ പറഞ്ഞു, അതിൻ്റെ ഫേസസ് അതേപോലെ തന്നെ കോമ്പോണൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക, ആൻഡ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്